ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ മൃദുലാൻഡിയുടെ വീട്ടിൻ്റെ ഹോം ടൂറാണ്. ആദ്യം നമ്മൾ വരുമ്പോൾ ഇതാണ് മെയിൻ ഡോർ. ഇവിടെ നിന്ന് വരുമ്പോൾ ലിവിങ് സ്പേസ് ആണിത്. ടി വി ഒക്കെ കാണാം. ഇതാണ് ഒരു ലിവിങ്. ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ സീറ്റിന് നമ്മൾ റിക്ലൈനർ സീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് രാത്രിയിലൊക്കെ നെറ്റ്ഫ്ലിക്സ് ഓൺ ചെയ്തിട്ട് നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടൊക്കെ മൂവീസൊക്കെ കാണാം. ഇത് ഇവിടുത്തെ അങ്കിൾ വരച്ചാണ് ആർട്ട്. രണ്ട് ലിവിങ് സ്പേസ് കഴിഞ്ഞു. ഇത് ഐക്കയുടെ സാധനം കണ്ടോ. ഇവിടെ കൂടുതൽ ഐക്കയുടെ സാധനമുണ്ട്. ഇവിടുത്തെ മൃദുല ആൻറ്റി ഐക്കയുടെ ഒരു ഫാനാണ് കേട്ടോ. IKEA. ഇത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ മെയിൻ ഒരാളാണ്. അതില്ലെങ്കിൽ പറ്റില്ല. ഇവിടെ ഒരു റൂമുണ്ട്, ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം ആണ്. അവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം, എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. ഇത് സാറ് വരച്ച പഴയ ഒരു നല്ല പെയിന്റിംഗ് അല്ലേ, നമ്മൾ പൂനെയിൽ വെച്ചും പണ്ട് വരച്ച സാറ് നല്ലൊരു. ഇങ്ങോട്ട് ഈ ഏരിയ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഡൈനിങ് സ്പേസ് നമുക്ക് കാണിക്കാം. ഡൈനിങ് സ്പേസ് നല്ല ചെയറൊക്കെ ഇട്ട് 6 സീറ്റർ ഉണ്ടല്ലേ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കിച്ചൺ. നമ്മുടെ പ്രധാനമായ ആന്റി നാളത്തേക്ക് എന്തോ അരി ഉഴുന്നും അരയ്ക്കുന്നു. നാളെ ഞങ്ങൾക്ക് ദോശയാണ്. നാളെ ഞങ്ങൾ രാവിലെ പോവല്ലേ, അപ്പം ഞങ്ങൾ ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് വിടാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഒരു ഫ്രിഡ്ജ്, ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ ഇവിടെ വർക്ക് ഏരിയയാണ്. പിന്നെ ഇത് ഐക്കയുടെ സാധനമാണ്, ഒരു വെയിറ്റിൻ്റെ സ്റ്റാൻഡ്. പിന്നെന്തുവാ, പിന്നെ ഐക്കയുടെ ലൈറ്റ്. അതൊന്നും ഇട്ട് ഇതുവരെ ഞങ്ങൾ കണ്ടില്ല. ഒരാഴ്ച ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾ കണ്ട്. അടിപൊളി. ഇതെന്തോ തിയേറ്ററിലൊക്കെ ഇടുന്നവരുണ്ട്. കണ്ടോ, നല്ലൊരു വൈബൊക്കെയാണ്. അയ്യോ, ഇത് നമ്മൾ ഇരുട്ടത്താണ് എടുത്തത്. ഇതായിരുന്നു ഞങ്ങൾ പറഞ്ഞത് കേട്ടോ. ഡിഷ് വാഷർ ഇല്ല, അങ്ങോട്ട് പോയില്ല. കണ്ടോ, ഇത് ഞങ്ങൾ പാത്രങ്ങളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, എല്ലാം പെറുക്കി വെച്ചിട്ട് ഞങ്ങൾ പാചകം അടിക്കും. ആ സമയത്തേക്ക് അതെല്ലാം ക്ലീനായിട്ട് വരും. പിന്നെന്തുവാ, പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഇവിടെ നോക്കിയാൽ ഇതെല്ലാം കാണാം. ബാൽക്കണി തുറന്നിറങ്ങാം, ലൈറ്റൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ രാത്രിയിൽ ഇതെടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ മോഡയാണ്, പക്ഷേ ഞങ്ങളാണിത് കയ്യേറിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഒരാഴ്ച തൊട്ട് ഇവിടെ ആയിരുന്നു. ഞങ്ങളുടെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ മോളിവിടെ നല്ലപോലെ പടമൊക്കെ വരയ്ക്കുന്ന മോളും നല്ല ആർട്ടിസ്റ്റാണ്. പപ്പായുടെ കൂട്ട് തന്നെ. അവളിവിടെ ഇല്ല, സിംഗപ്പൂരൊക്കെയാണ്. അവളുടെ പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോ, നല്ല നല്ല പടമൊക്കെ വരയ്ക്കുന്നുണ്ട്. പിന്നെ ഇതും ബാത്റൂം അറ്റാച്ച്ഡ്. ആൻറ്റി കേക്കൊക്കെ കൊണ്ട് വയ്ക്കുന്നു. ഇങ്ങനെ അടിപൊളി തമാശകളൊക്കെ പറയും. എന്തുവാ മോള് കഴിക്കുന്നത്? കേക്കോ? ഡേറ്റ് കേക്ക് ആന്റി വാങ്ങിച്ചെന്നു. ഒരു കേക്കും കൂടെ ഉണ്ട്, ബനാന കേക്ക്. അത് തുറന്നിട്ടില്ല, അത് പൊട്ടിച്ചു. അപ്പോൾ അവിടെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇത് ഐക്കയുടെ സാധനങ്ങളാണ്. ഈ ടേബിള്, അലമാര, ഇതൊക്കെ ഇവരൊക്കെ ഐക്യ ഫാൻസ്. പിന്നെ ഇവിടെ ഒരു എയർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട് വീട്ടിൽ, ഇല്ലാത്തൊന്നുമില്ല. പിന്നെ സാറിൻ്റെ വേറൊരു പെയിൻറ്റിങ്ങാണ്, നല്ലൊരു പെയിൻറ്റിങ്. സാർ നല്ലപോലെ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടോ, നല്ല രസമുണ്ട്.
സാറിൻ്റെ വർക്ക് ഏരിയയും എല്ലാം കൂടാണ് പുള്ളി ഓഫീസിൽ പറ്റി. ഇത് മൃദുലയുടെ കുറച്ച് വർക്ക് ഏരിയ. മൃദുലയുടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നന്നായി മേക്കപ്പ്, പിന്നെ ബാത്റൂം അത്യാവശ്യം. ബാത്റൂമിനെ കാണിക്കണ്ടല്ലോ, ബാത്റൂമൊക്കെ അടിപൊളി ബാത്റൂമുകളാണ്. നമ്മളുടെ പൂജാ റൂം, പൂജയ്ക്ക് വേണ്ടിയിട്ട് യേശുപ്പച്ചൻ്റെ ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇവിടുത്തെ ഹോം ടൂർ. കണ്ടല്ലോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഇവിടുത്തെ ഹോം ടൂർ ഒക്കെ കഴിഞ്ഞു. ഇതെന്ത് കാണിച്ച, ഇത് ചാർക്കോള്. ബാബ്രേ, ചാർക്കോള് കണ്ടോ, നമ്മുടെ കരി. ഞങ്ങള് വീടുകളിലൊക്കെ എന്താ ഇത് കൊണ്ടത്, ഇതിവിടെ വാങ്ങിച്ചു വെച്ചേക്കുവാ. കടയിൽ ഞങ്ങള് കരിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്താ അറിയോ, ചെടി എന്തിനാ ഇത്? കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ കരിച്ചിടാനാന്ന് പറഞ്ഞു. പക്ഷേ ഞാനിത് ഇച്ചിരി വാങ്ങിച്ചാൽ എനിക്കൊരു ചെടി നടാനുണ്ട്. അപ്പം അതിൻ്റെ റൂട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിച്ചിരി ചെയ്യുന്നത് നല്ലതാണ്. ഞാനൊരു ചെടി ഇവിടെ കുഴിച്ചിട്ട് വെച്ചിട്ട് പോവാം. ഇനി വരുമ്പോഴത്തേക്ക് അത് വേര് വരുമോ എന്നുള്ളത് ഇവർ വിളിച്ച് പറയും.